ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമുണ്ട് ഇന്നത്തേത്. അപ്പം മിക്ക ദിവസവും എനിക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു ദിവസമായിരിക്കും. അപ്പം ഞാൻ രാവിലെ തന്നെ ജോലികളെല്ലാം തീർത്ത് കുട്ടികളെല്ലാം ക്ലാസ്സിലേക്ക് ആക്കിയതിന് ശേഷമാണ് സ്റ്റിച്ചിങ്ങിലേക്ക് ഞാൻ ഇറങ്ങുന്നത്. സാധാരണ ഞാൻ രാവിലെ ആകുമ്പോഴത്തേനും ഇന്ന് തയ്ക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാം എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് രാവിലെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കൂടുതൽ നേരം പോകുന്നത്. സ്റ്റിച്ച് ചെയ്യലൊക്കെ പെട്ടെന്ന് തീരും. അപ്പം നിങ്ങളെങ്ങനെയാണ് ചെയ്യണതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള മെറ്റീരിയലെല്ലാം എനിക്കൊരു 7-8 വർഷമായിട്ട് സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന ഒരു കസ്റ്റമറുടെ ഡ്രസ്സുകളാണ് കേട്ടോ. ഇതിൽ ചുരിദാറും ഫ്രോക്കുകളും എല്ലാം അടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ ബ്ലൂ ഹാക്കോബ തന്നെ ഞാനൊരു ഫ്രണ്ടിൽ പോട്ടിൽ ബട്ടണൊക്കെ വെച്ചിട്ട് സൈഡ് സ്ലിറ്റൊക്കെയുള്ള ഒരു ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാം വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്കൊരു അത്യാവശ്യമായിട്ടൊരു കോൾ വന്നിട്ടോ. നമ്മളൊരു ചെറുതായിട്ടൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി, നൈറ്റി ഫ്രോക്കിൻ്റെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് മെഷീൻസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മെഷീൻ്റെ കടയിൽ നിന്ന് വിളിച്ചതാണ്. ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വിളിച്ചത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ധൃതിക്ക് വെട്ടുകയാണ് കേട്ടോ. ഒരു സ്വയം സംരംഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലോണിന് ഞങ്ങൾ പഞ്ചായത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് കിട്ടിയത് 1 ലക്ഷത്തിൻ്റെ ലോണാണ്. നമുക്ക് 75,000 രൂപ സബ്സിഡിയോട് കൂടി നമുക്ക് കിട്ടി. 25,000 രൂപ മാത്രം നമുക്ക് അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ മെഷീൻസ് ബുക്ക് ചെയ്തത്. ഈ പഞ്ചായത്ത് ഏരിയ ആണെങ്കിലും കോർപ്പറേഷൻ ഏരിയ ആണെങ്കിലും ഈ ലോൺ കിട്ടും കേട്ടോ. അത് നിങ്ങളൊന്ന് ഓഫീസിലൊന്ന് ചെന്ന് അന്വേഷിച്ചാൽ മാത്രം മതി. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്നോടൊന്ന് ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതി കേട്ടോ. കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് അയച്ചാലും മതി. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഇനി തുടർന്നിടുന്ന വീഡിയോസൊക്കെ എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് തുടർന്നും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. തയ്ക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കട്ടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോസ് ഞാനിതിൽ ഉൾപ്പെടുത്താം കേട്ടോ. നമുക്ക് ഓൺലൈനായിട്ട് ഓർഡേഴ്സ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചെയ്യുന്ന കുഞ്ഞുടുപ്പുകളുടെ പല മോഡൽസുകൾ എന്തൊക്കെയാണെന്നൊക്കെ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചു കൊള്ളുന്നു. വേഗത്തിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് വേഗം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് എറണാകുളത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ഒരു ടോപ്പ് മാത്രമേ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സമയം കിട്ടിയുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്ട് തന്നെ മടക്കി എടുത്ത് വെച്ച്. അപ്പോൾ അങ്ങനെ ഞാൻ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു കോഡ് സെറ്റ് പോലെ ഞാൻ ചെയ്തതാണ് കേട്ടോ. മെറ്റീരിയലിന് എത്ര രൂപയൊന്നും ഓർക്കാനുള്ള നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എറണാകുളം എത്തിയിരിക്കുന്നതാണ്. നമ്മൾ മെഷീൻസ് ബുക്ക് ചെയ്ത കട ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KC പാപ്പു ആൻഡ് സൺസ് എന്ന് പറഞ്ഞാൽ ഒരു കടയിലാണ് കേട്ടോ. എൻ്റെ 2 മെഷീൻസും ഉള്ളത്. മെഷീൻസ് എടുത്തിട്ടുള്ളതും KC പാപ്പു എന്ന് തന്നെയാണ് കേട്ടോ. നല്ല സർവീസിങ് ആണ് അവിടുത്തേത്. പിന്നെ നമ്മളെടുത്ത മെഷീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അതിന് ഒരു വൗച്ചറായിട്ട് 1,500 രൂപയുടെ ഒരു വൗച്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 1,500 രൂപയുടെ വൗച്ചറിന് നമുക്ക് ഇഷ്ടമുള്ള അവരുടെ തന്നെ തയ്യൽ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് 1,500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറെ 1-2 സ്ഥലത്ത് കൂടി പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഒരു 3 മണി 3:30 ആ ടൈം കൊള്ളിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടാണ്. ഏതായാലും കുട്ടികളൊക്കെ ക്ലാസ്സും കഴിഞ്ഞ് വന്നതിന് മുമ്പ് എത്തണമല്ലോ. അപ്പം ഞങ്ങൾ എവിടെ ഷോപ്പിങ്ങിനല്ല എന്ത് പരിപാടിക്ക് പോകണമെങ്കിലും ഞങ്ങൾ പിള്ളേർ പോയതിന് ശേഷം
ക്ലാസ്സിൽ പോയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ എന്തിനാണെങ്കിലും പോകുന്നത്. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്ന് വിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എത്തുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതേ ഓരോന്നെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് വന്നു അപ്പോൾ തന്നെ എനിക്ക് അത് എല്ലാം ഓപ്പണാക്കി കാണണം. നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഇതൊക്കെയാണ് അപ്പോൾ അങ്ങനെ മേടിച്ചത്. അപ്പോൾ അത് ഈ നമ്മൾ പോട്ട്ലി ബട്ടണൊക്കെ ചെയ്യത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തെർമോക്കോൾ മേടിച്ചിട്ടുണ്ടാകും. എന്തിനാണ് ഇത്ര മേടിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല. 50 രൂപയുണ്ടായിരുന്നുള്ളൂ. അത് കാരണം അങ്ങോട്ട് ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് മേടിച്ചത് 50 രൂപയല്ലേ ഉള്ളൂ. അപ്പം പിന്നെ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ചെറിയൊരു പാക്കറ്റിന് തന്നെ 10-30 രൂപയാകും. പിന്നെ നമ്മൾ ഏതായാലും പോയല്ലേ എന്ന് ഓർത്തിട്ട് മേടിച്ചാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്കിലൊക്കെ വെക്കുന്ന ക്യാൻവാസ് പേപ്പറാണ് കേട്ടോ. ഇത് അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പാണ് മേടിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് കഴിയാറായിരിക്കണതാണ്. അത് അധികം കട്ടിയൊന്നും ഇല്ലാത്ത ടൈപ്പാണ്. ഞാനിപ്പോൾ ഇന്നിട്ട് വെച്ച ഡ്രസ്സിൽ വെച്ചത് അതാണ്. അപ്പോൾ നെക്കൊക്കെ ഇച്ചിരി തളർന്ന ടൈലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കട്ടിയുള്ള എടുക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റിഫായിട്ട് നിൽക്കുമല്ലോ. പിന്നെ മേടിച്ചത് ഈ സിസറാണ് കേട്ടോ. അത്യാവശ്യം നല്ല 11 ഇഞ്ച് അങ്ങനെ എന്താണ്ടൊക്കെയല്ല 300 സംതിങ് രൂപ എന്താണ്ടും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മേടിച്ച ഒരു സിസ്റ്റർ ഉണ്ട്. അത് താഴെ വീണ് അതിൻ്റെ മോനെയൊക്കെ ഒടിഞ്ഞിരിക്കണേ. അപ്പോൾ അത് കാരണം ഞങ്ങൾ അത് മേടിച്ചത്. പിന്നെ മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 5 ത്രെഡിൻ്റെ ലോക്കിംഗ് മെഷീനാണല്ലോ മേടിച്ചത്. അപ്പം 5 സെറ്റ് നൂല് മേടിച്ചിട്ടുണ്ട്. പിന്നെ നൈറ്റി ഫ്രോക്കിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അതിന് വേണ്ടി സൈസസൊക്കെ വേണമല്ലോ. അപ്പോൾ XL-ഉം XXL മാത്രമേ കിട്ടിയുള്ളൂ. ഇനി ലാർജ് മീഡിയം ഒക്കെ എല്ലാം മേടിക്കണം. പിന്നെ ചോക്ക്, സിബ്, പലതരം സിബ്, നൂല്, അങ്ങനെ കോമൺ കളേഴ്സായിട്ടുള്ള അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് മേടിച്ചത്. പിന്നെ മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് ഇല്ലേ, ആ ബീഡ്സ് മേടിച്ചിട്ടുണ്ട്. സാധാരണ ബീഡ്സാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഇത് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചത് 5 രൂപ എന്താണ്ടുണ്ടാകുന്നുള്ള ഈ ഒരു പാക്കറ്റിന്. അപ്പം ഞങ്ങളങ്ങനെ കണ്ടപ്പോഴത്തേക്കും അങ്ങനെ മേടിച്ചതാണ്. പിന്നെ കുറച്ച് എംബ്രോയ്ഡറി ത്രെഡ്സൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ത്രെഡ്സ്, കുറച്ച് കളറേ മേടിച്ചുള്ളൂ കേട്ടോ. ഇനി അടുത്ത ഷോപ്പിങ്ങിന് പോകുമ്പോൾ ബാക്കി കുറച്ചുകൂടി മേടിക്കണം. പിന്നെ മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ മേടിക്കണമെന്ന് ആലോചിച്ചിരിക്കുന്നതാണ്. എൻ്റെ ത്രെഡ്സൊക്കെ എല്ലാം ഒരു പെട്ടിയിലാക്കി വെച്ചിരിക്കുന്നതാണ്. അത് അങ്ങനെ വെക്കുമ്പോഴത്തേക്കും നൂലുകളെല്ലാം കട്ടപിടിഞ്ഞ് നാശമായി പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കുറേ നാളായി ഞങ്ങൾ മേടിക്കണമെന്നും പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഒരേ കടയിലൊക്കെ വില ചോദിച്ചപ്പോഴത്തേക്കും അപ്പോൾ 600-700 രൂപയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ആ കടയിൽ ഇതിനാകെ 500 താഴെ വന്നല്ലോ കേട്ടോ ഈ 2 എണ്ണത്തിനും കൂടി. അപ്പോൾ ഏതായാലും മേടിക്കാമെന്ന് വെച്ച് ഏതായാലും വളരെ ഉപകാരമാണ് കേട്ടോ ഇത്. ഞാൻ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇത് നമുക്ക് വേണമെങ്കിൽ മതിലിൽ നമുക്ക് തൂക്കിയിടാം കേട്ടോ. ആണിയൊക്കെ തറച്ചിട്ട് നമുക്ക് തൂക്കിയിടാം. ഇതിപ്പോൾ മതിലിലല്ല, ഞാനിപ്പോൾ സ്റ്റാൻഡായിട്ട് തന്നെ വെക്കാമെന്ന് ഉദ്ദേശിച്ചേക്കണത്. അപ്പം ഞാൻ ആദ്യം ഫിക്സ് ചെയ്ത് നോക്കണേണ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. ആദ്യം തന്നെ പാളിപ്പോയി ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്നിട്ട് ക്യാമറയൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ രണ്ടാമത് സെറ്റ് ചെയ്തിട്ടോ. അവസാനം ഞാൻ അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് മെഷീൻസൊക്കെ വന്ന് ഈ 2 മെഷീൻ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ വന്നത് ജാക്കിൻ്റെ മെഷീനാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. പിന്നെ ഒരു കട്ടിങ് മെഷീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഓപ്പണാക്കി കാണിക്കാനല്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ജാക്കിൻ്റെ 2 മെഷീൻ, പവർ മെഷീനാണ് പുതിയതായിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൂസിൻ്റെ ആണ് കേട്ടോ. അതിപ്പോൾ 2.5-3 വർഷത്തോളമായിട്ടാണ് ഉപയോഗിക്കുന്നത്. വേറെ ഒരു കുഴപ്പമില്ല, നല്ല 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 സ്റ്റിച്ചിങ് ഒക്കെയാണ്. ഇനി ജാക്കിൻ്റെ മെഷീനും കൂടി യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ റിവ്യൂ കൂടി പറഞ്ഞു തരാം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ലോക്കിംഗ് മെഷീൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് ലോക്കിംഗ് മെഷീനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇതാണ് ജാക്കിൻ്റെ തന്നെ ലോക്കിംഗ് മെഷീനാണ് കേട്ടോ. 5 ത്രെഡ് വരുന്ന ലോക്കിംഗ് മെഷീനാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു. ഇനി ഇടുന്ന വീഡിയോസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ.